Hello students, welcome to the fifth session in this module. Today we will study about stability of a two-wheeler. Okay, stability of a two-wheeler. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒരു ഫോർ വീലർ, സപ്പോസ് ഇതൊരു ഫോർ വീലറിൻ്റെ ബാക്ക് വ്യൂ ആണെന്ന് വിചാരിക്കും. ഇത് ഫോർ വീലറിൻ്റെ ഒരു റെയർ വ്യൂ ആണെന്ന് വിചാരിച്ചാൽ, സപ്പോസ് ഇതൊരു ലെഫ്റ്റ് ടേൺ എടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഓവർ ടേണിങ് കപ്പിൾ ആൻറ്റി ക്ലോക്ക് വൈസ്, അതായത് ഇതായിരിക്കും ഏത് ഔട്ട്വേർഡ് വീൽ, ഔട്ടർ വീൽ അല്ലേ, ഔട്ടർ വീൽ. അപ്പോൾ ഈ വണ്ടിക്ക് ലെഫ്റ്റ് ടേൺ എടുക്കുമ്പോൾ ഇങ്ങനെ ലെഫ്റ്റ് ടേൺ എന്ന് വെച്ചാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു എന്തുണ്ടാവും, ഒരു കപ്പിൾ ഫോം ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ അത് ബാലൻസ് ചെയ്യുന്നത് ഇതിൻ്റെ വെയിറ്റ് ആണ്. വെയിറ്റ് കാരണം ഉണ്ടാക്കുന്ന റിയാക്ഷൻസ് ആണ് ഇതിനെ ബാലൻസ് ചെയ്യുന്നത്. പക്ഷേ നമ്മളെ ഒരു ടൂ വീലർ ആണെങ്കിലും, സപ്പോസ് ഇതൊരു ടൂ വീലർ, അതായത് ടൂ വീലറുടെ ബാക്ക് വ്യൂ ആണെങ്കിൽ, ഈ ടൂ വീലർ ഒരു ലെഫ്റ്റ് ടേൺ എടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതേപോലെ എന്തുണ്ടാവും, ഒരു ഓവർ ടേണിങ് കപ്പിൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ടൂ വീലറിൻ്റെ കേസിൽ എന്താണ്, ഈ ടൂ വീലർ നമുക്ക് ചെരിക്കാൻ പറ്റും അല്ലേ. ഈ ടൂ വീലർ നമുക്കൊന്ന് ഒരു ടിൽറ്റിങ് ഈസ് പോസിബിൾ, അതായത് ഇതിൻ്റെ ഒരു വെർട്ടിക്കൽ ആക്സിസ് എന്നൊരു തീറ്റ ആംഗിളിൽ നമുക്ക് ടിൽറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടിൽറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ കൂടുതലായിട്ട് വെയിറ്റിൻ്റെ കോമ്പണൻറ്റ് താഴേക്ക് വരും. അപ്പോൾ നമുക്ക് ഈ ഓവർ ടേണിങ് കപ്പിൾ നമുക്ക് കൂടുതലായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റും അല്ലേ. സോ സിൻസ് ടു വീലർ വെഹിക്കിൾ ഈസ് ഈസിയർ ടു ടിൽറ്റ് സച്ച് എ വെഹിക്കിൾ ഇൻവേർഡ്സ് to neutralize the overturning effect due to gyroscopic couple and centrifugal couple. ഏതാണ് ഈ ആൻറ്റി ക്ലോക്ക് വൈസ് കപ്പിൾസ്? ഒന്ന് ഗൈറോസ്കോപ്പിക് കപ്പിളും ഒന്ന് സെൻട്രിഫ്യൂഗൽ കപ്പിളും. അപ്പോൾ ഈ രണ്ട് കപ്പിൾസ് കാരണമുള്ള ഓവർ ടേണിങ് എഫക്റ്റ് നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ഈ ടൂ വീലിൻ്റെ വെഹിക്കിൾ ആകുമ്പോൾ നമുക്ക് നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണോ ടേൺ ചെയ്യുന്നത് ആ ഡയറക്ഷനിലേക്ക് കുറച്ച് ടിൽറ്റ് ചെയ്യാനും പറ്റും അല്ലേ, ടിൽറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ആ ടിൽറ്റിൻ്റെ ആംഗിൾ, ഈ ആംഗിൾ തീറ്റയാണ് ആംഗിൾ ഓഫ് ഹീൽ. ഈ ആംഗിൾ ഓഫ് ഹീൽ എത്രമാത്രം ടിൽറ്റ് ചെയ്യണം ബാലൻസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. The angle of inclination of the wheel to the vertical is known as angle of heel. So we can derive an expression for angle of wheel to avoid skidding effect. So what is this? The angle of inclination. The angle of inclination of the vehicle to the vertical is known as angle of wheel. So we are going to determine an expression for theta to avoid skidding of vehicle. To avoid skidding of the vehicle. Okay. ഈ ഒരു ഫിഗർ നോക്കാം. ഇതാണ് ഒരു ടൂ വീലർ. ഈ ടൂ വീലർ ലെഫ്റ്റ് ടേൺ ആണ് എടുക്കുന്നത്. ലെഫ്റ്റ് ടേൺ എടുക്കുമ്പോൾ നമ്മൾ ഈ ഡയറക്ഷനിലേക്ക് ഒരു തീറ്റ ആംഗിൾ ടിൽറ്റ് ചെയ്യുന്നുണ്ട്. ഈ തീറ്റയാണ് ആംഗിൾ ഓഫ് ഹീൽ. ഈ ഹൈറ്റ് എച്ച്, ദിസ് ഈസ് എച്ച്. സ്വാഭാവികമായിട്ടും ഈ ആംഗിൾ എന്തായിരിക്കും, തീറ്റ ആയിരിക്കും അല്ലേ. ഏതാംഗിൾ, ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആയിരിക്കും എച്ച് കോസ് തീറ്റ. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ഇത് എച്ച് കോസ് തീറ്റ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും, ഈ ഡിസ്റ്റൻസ് എച്ച് സൈൻ തീറ്റ ആയിരിക്കും കേട്ടോ, എച്ച് സൈൻ തീറ്റ. കാരണം ഈ ഡിസ്റ്റൻസാണ് എച്ച്, അതായത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ്. എത്ര ഹൈറ്റിലാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ, ഇതാണ് എച്ച്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി നോക്കുക. ഇനി നമുക്ക് ഇവിടെ ഗൈറോസ്കോപ്പിക് കപ്പിള്, അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് പോയിൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടത്. സപ്പോസ് വി ആണ് ലീനിയർ വെലോസിറ്റി, അതായത് വണ്ടി ഓടുന്ന വെലോസിറ്റി, ലീനിയർ വെലോസിറ്റി വി ആണ് ഓൺ ദ ട്രാക്ക്. ആറ് റേഡിയസ് ഓഫ് വീൽ, ക്യാപിറ്റൽ ആർ റേഡിയസ് ഓഫ് ദ ട്രാക്ക്, അല്ലെങ്കിൽ നമ്മൾ ആ ടേണിങ് റേഡിയസ്, നമ്മൾ ടേൺ ചെയ്യുന്നതല്ലേ, ടേൺ ചെയ്യുമ്പോൾ ആ കർവേച്ചറിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ. പിന്നെ എന്താണ് IW, വീൽ ഇനേഷ്യ, വീലിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ.
IE എന്താണ്? എൻജിൻ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. M ടോട്ടൽ മാസ് ഓഫ് വെഹിക്കിൾ, ഓക്കെ. ആൻഡ് ബോത്ത് റൈഡറിൻ്റെ അടക്കമില്ല മാസാണ്. ഇനി ഒമേഗ ഡബ്ല്യു എന്താണ്? ആംഗുലാർ വെലോസിറ്റി ഓഫ് വീൽ. അതേപോലെ ഒമേഗ ഇ എന്തായിരിക്കും? ആംഗുലാർ വെലോസിറ്റി ഓഫ് എൻജിൻ. പിന്നെ ജി ഗിയർ റേഷ്യോ. അപ്പോൾ ഗിയർ റേഷ്യോ ഒമേഗ ഇക്ക് പകരം നമുക്ക് ഒമേഗ ഇ ഈസ് ഈക്വൽ ടു ജി ടൈംസ് ഒമേഗ ഡബ്ല്യു എന്ന് എഴുതാൻ പറ്റും. ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? നമ്മൾ 4 വീൽ വെഹിക്കിളിൻ്റെ കേസിൽ യൂസ് ചെയ്താൽ മതി. ഇനി എച്ച് എന്താണ്? ഹൈറ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, ഹൈറ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ വെഹിക്കിൾ ആൻഡ് ദ റൈഡ് നമ്മൾ കാണിച്ചു. പിന്നെ തീറ്റ ആംഗിൾ ഓഫ് ഹീൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഈ ഫിഗറിൽ നോക്കുക, സിൻസ് ഇതാണ് നമ്മൾ ഇവിടെ നോക്കും. അതായത് 2 വീലറിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് റൊട്ടേഷൻ വരിക. ഇത് വീലും എഞ്ചിനും ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് റൊട്ടേഷൻ എങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും വെക്ടർ ഇങ്ങനെയാണ് വരിക അല്ലേ? എവേ ഫ്രം ദ വിയർ. പക്ഷേ നമ്മളെ ആക്സിസ് ഓഫ് സ്പിന്ന് എന്തായി? എന്താണ് പ്രത്യേകത? ഒരു തീറ്റ ആംഗിളിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? അതിനൊരു ടിൽറ്റ് സംഭവിക്കുന്നുണ്ട് അല്ലേ? തീറ്റ ആംഗിൾ ടിൽറ്റ്. അപ്പോൾ ഇതാണ് ആക്ച്വൽ നമ്മളെ പുതിയ ആംഗിൾ ഓഫ് സ്പിൻ വെക്ടർ ഇതാണ്. ഓക്കെ, സ്പിൻ വെക്ടർ ഇതിന് ഇങ്ങനെ ഒരു ടിൽറ്റ് വരുന്നുണ്ട് അല്ലേ? ചെറിയൊരു ടിൽറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഹൊറിസോണ്ടലിന് തീറ്റ ടിൽറ്റ് വന്നുകൊണ്ട് ആക്ച്വലി ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് എന്ന് പറയുന്നത് ഈ IWയുടെ കോസ് തീറ്റ കോമ്പണൻ്റ് നമ്മൾ എടുക്കണ്ടു. കാരണം അത്രേ കോമ്പണൻ്റ് വരുന്നുള്ളൂ. ഹൊറിസോണ്ടലിൽ ഇവിടെ IW കോസ് തീറ്റ കോമ്പണൻ്റ്, IE കോസ് തീറ്റ കോമ്പണൻ്റ്. കാരണം ഒരു തീറ്റ ടിൽറ്റ് വന്നു. അപ്പോൾ നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ഒരു കോസ് തീറ്റ കോമ്പണൻ്റ് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, കോസ് തീറ്റ കോമ്പണൻ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് നോക്കുക, ഇത് സ്വാഭാവികമായിട്ടും പിന്നെന്താണ്? ലെഫ്റ്റ് ടേൺ എടുക്കുന്നതുകൊണ്ട് അടുത്തത് OB ഇങ്ങനെ വരും അല്ലേ? ഇങ്ങനെ വരും. ഇതാണ് ആക്റ്റീവ് റിയാക്ഷൻ ഗൈറോസ്കോപ്പിക് കപ്പിൾ, ഇത് റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ. ഇവിടുന്ന് ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ എവേ ആയതുകൊണ്ട് അത് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ഇതിന് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ആക്ട് ചെയ്യുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് അത് ഓവർടേൺ ചെയ്യാൻ ശ്രമിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ വാല്യൂ കാണാൻ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം ഗൈറോസ്കോപ്പിക് കപ്പിൾ രണ്ടും എൻജിൻ ആൻഡ് വീൽ റൊട്ടേഷൻ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് ഗൈറോസ്കോപ്പിക് കപ്പിൾ എൻജിൻ്റെത് വീലിൻ്റെത് 2 വീലുണ്ട്. 2 വീലുള്ളതുകൊണ്ട് 2IW ഉണ്ട്. അതിൻ്റെ ഒരു കോസ് തീറ്റ കോമൺ എടുക്കണം. ഇൻറ്റു എന്താണ്? ഒമേഗ ഡബ്ല്യു ഇൻറ്റു ഒമേഗ പി വരില്ലേ? ഒമേഗ പി പ്ലസ് എന്ത് വരും? പ്ലസ് ഒന്നും കൂടെ വരും. ഇത് എൻജിൻ്റെ IE കോസ് തീറ്റ ഉണ്ട്, അഗെയിൻ ഒമേഗ ഇ ഉണ്ട്, ഒമേഗ പി ഉണ്ട്. സോ ടോട്ടൽ അപ്പോൾ അതൊന്ന് ഇത് ചെയ്താൽ നമുക്ക് ഒരു 2IW ഒമേഗ ഡബ്ല്യു പ്ലസ് IE G ടൈംസ് ഒമേഗ ഡബ്ല്യു ഇൻറ്റു ഒരു ഒമേഗ പി കോമൺ, ഒരു കോസ് തീറ്റ കോമൺ അല്ലേ? ഒമേഗ പിയും കോസ് തീറ്റയും കോമൺ. ഇത് ഒമേഗ ഇനെ നമുക്ക് ഒമേഗ ഡബ്ല്യു ഇൻറ്റു G ആക്കി. പിന്നെ ഒമേഗ പിക്ക് പകരം 2IW ഒമേഗ ഡബ്ല്യു കോമൺ ആയിട്ട് എടുക്കാം അല്ലേ? ഒമേഗ ഡബ്ല്യു വേണമെങ്കിൽ കോമൺ ആയിട്ട് എടുക്കാം. പ്ലസ് G ടൈംസ് IE ഇൻറ്റു ഒമേഗ ഡബ്ല്യു ഒമേഗ പി
കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 2 times ഐ ഡബ്ല്യു പ്ലസ് ജി ഐ ഇ ഒമേഗ ഡബ്ല്യുവിന് പകരം നമുക്ക് വി സ്ക്വയർ ബൈ ആർ എന്നിടാം. സോറി, വി ബൈ ആർ ഇടാം. മറ്റത് വി ബൈ ക്യാപിറ്റൽ ഒമേഗ പി എന്നുള്ളത് വി ബൈ ക്യാപിറ്റൽ ആർ ഇൻറ്റു കോസ് തീറ്റ. സോ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2 times ഐ ഡബ്ല്യു ഇൻറ്റു ജി ടൈംസ് ഐ ഇ ഇൻറ്റു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ക്യാപിറ്റൽ ആർ കോസ് തീറ്റ. So this is the expression for total gyroscopic couple, CG. Okay, CG, total gyroscopic couple, 2 times I omega plus G times IE into V square by small r into capital R into cos theta. Okay. Now we will try to find out the overturning couple due to centrifugal force. കാരണം നമ്മൾ 3 ഫോഴ്സാണുള്ളൂ. ഒന്ന് വെയിറ്റ് കാരണമുള്ളതും 3 കപ്പിൾ, ഒന്ന് വെയിറ്റ്, ഒന്ന് ഗൈറോസ്കോപ്പിക്, ഒന്ന് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണമുള്ളത് നമുക്കറിയാം, എം വി സ്ക്വയർ ബൈ ക്യാപിറ്റൽ ആർ അല്ലേ. എം വി സ്ക്വയർ ബൈ ആറാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഇൻറ്റു എന്ത് ചെയ്യണം, ഇൻറ്റു കപ്പിൾ ആണെങ്കിൽ നമ്മൾ സപ്പോസ് ഈ ഫിഗറിൽ ഓക്കെ ഈ എച്ച് കോസ് തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ഉണ്ട്. കാരണം എന്താണ്, എം വി സ്ക്വയർ ബൈ ആർ ഇങ്ങനെയാണ്, എം വി സ്ക്വയർ ബൈ ആർ ഫോഴ്സ് ഇങ്ങനെയാണ്. നമ്മൾ ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് കപ്പിൾ കാണുമ്പോൾ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം. നമ്മൾ മൊമെൻ്റ് കാണുന്നത് ബേസ്ഡ് ഓൺ ദിസ് പർട്ടിക്കുലർ പോയിന്റ് ആണ്. ശ്രദ്ധിക്കുക, ബേസ്ഡ് ഓൺ ദിസ് പർട്ടിക്കുലർ പോയിന്റ്, അതായത് ടിപ്പ്, അതായത് നമ്മളെ വീല് റോഡിൽ ഉണ്ടാക്കുന്ന കോണ്ടാക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മൊമെൻ്റ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻറ്റു എന്ത് ചെയ്യണം, എച്ച് കോസ് തീറ്റ ചെയ്യണം, ഓക്കെ, എച്ച് കോസ് തീറ്റ. അപ്പോൾ നമുക്ക് ടോട്ടൽ ഓവർടേണിംഗ് കപ്പിൾ എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ഓവർടേണിംഗ് കപ്പിൾ എന്ന് പറയുന്നത് 2 times ഐ ഡബ്ല്യു പ്ലസ് ജി ഇൻറ്റു ഐ ഇ പ്രൊഡക്റ്റ് ഇൻറ്റു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് എം വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു എച്ച് കോസ് തീറ്റ. ഇതാണ് നമ്മുടെ ടോട്ടൽ ഓവർടേണിംഗ് കപ്പിൾ. ഓക്കെ, ഇത് നമുക്ക് ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന കപ്പിൾ ഏതാണ്? ബാലൻസ്ഡ് ബൈ ദ കപ്പിൾ ഡ്യൂ ടു വെയിറ്റ് അല്ലേ. വെയിറ്റ് കാരണമല്ല കപ്പിള് ഇതിനെ ബാലൻസ് ചെയ്യും, കാരണം അതിനാണ് നമ്മൾ ടിൽറ്റ് ചെയ്യുന്നത്. നോക്കാം, ഇപ്പോൾ നമ്മളെ ഗൈറോസ്കോപ്പിക് കപ്പിൾ ആൻറ്റി ക്ലോക്ക് വൈസ്, സെൻട്രിഫ്യൂഗൽ കപ്പിൾ ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ രണ്ടും ഓവർടേണിംഗ് ആണ്. ഇനി ഇതിൻ്റെ വെയിറ്റ് ഇങ്ങനെയല്ലേ, എം ജി വെയിറ്റ് ഇങ്ങനെ ഉണ്ടാവും. എം ജി വെയിറ്റ് ഈ പോയിന്റ് ബേസ് ആയിട്ട് എങ്ങനെയാണ് കപ്പിൾ ഉണ്ടാക്കുക? ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ഈ കപ്പിളാണ് ഈ രണ്ട് കപ്പിളിനെ ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കപ്പിളിൻ്റെ വാല്യൂ ആണെങ്കിൽ എം ജി ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ചെയ്താൽ പോരെ. ഈ ഡിസ്റ്റൻസ് എന്താണ്? എച്ച് സൈൻ തീറ്റ. എം ജി ഇൻറ്റു എച്ച് സൈൻ തീറ്റ is equal to എം ജി ഇൻറ്റു എച്ച് സൈൻ തീറ്റ. ഇനി നമുക്ക് ഇതിൻ്റെ ഫോർ ഇക്വിലിബ്രിയം എന്തെടുത്താൽ മതി? ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ സ്കിഡിങ് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2IE പ്ലസ് ജി ടൈംസ് IE 2IW അല്ലേ, ഇൻറ്റു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ആർ കോസ് തീറ്റ പ്ലസ് എം വി സ്ക്വയർ ബൈ ആർ എച്ച് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എം ജി എച്ച് സൈൻ തീറ്റ. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്ത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. കാരണം ഇതിൽ വി സ്ക്വയർ ക്യാപിറ്റൽ ആർ കോസ് തീറ്റ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ 2 times ഐ ഡബ്ല്യു പ്ലസ് ജി ടൈംസ് ഐ ഇ
by r plus m into h into v square by r cos theta, right, is equal to mgh sin theta. അപ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു തീറ്റ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയാൽ, ഓക്കെ, ഒരു തീറ്റ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയാൽ, അല്ലെങ്കിൽ ഒന്നുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ tan theta is equal to 2 times IW into GIE plus MH into V square by R divided by MGH ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ടാൻ തീറ്റ. ഈ തീറ്റ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ഈ പർട്ടിക്കുലർ വാല്യൂ, ടാൻ ഇൻവേഴ്സ്. അപ്പോൾ അത്ര ഒരു മിനിമം തീറ്റ ഈ ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, so we can maintain the stability of the two-wheeled vehicle, or we can avoid the skidding of the vehicle. Okay, skidding of the vehicle. So നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടൊരു പ്രോബ്ലം ചെയ്യാം അല്ലേ? പ്രോബ്ലം ചെയ്യാം. Each wheel of a motor wheel cycle is of 600 mm dia and has a moment of inertia of 1.2 kilogram meter square. The total mass of the motorcycle and the rider is 180 kilogram, and the combined center of mass is 580 mm above the ground level when the motorcycle is upright. Moment of inertia of the rotating parts of the engine is 0.2 kilogram meter square. The engine speed is 5 times the speed of the wheels and is in the same sense. Determine the angle of heel necessary when the motorcycle takes a turn of 35 meter radius at a speed of 54 km/h. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ആംഗിൾ ഓഫ് ഹീലാണ് കണ്ടത്. ഇവിടെ എം ഈസ് ഈക്വൽ ടു 180 കിലോഗ്രാം തന്നിട്ടുണ്ട്. IW വീലിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ 1.2 കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ്. റേഡിയസ് എന്ന് വെച്ചാൽ d/2, അതായത് d/2 600/2, അതായത് 300 mm അല്ലെങ്കിൽ 0.3 മീറ്റർ. 0.3 മീറ്റർ. IE എന്നാണ് അഗെയിൻ 0.2. നമ്മൾ ഗിവൺ ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണ്? സിമ്പിളാണ് ഈ പ്രോബ്ലം. ഗിവൺ ക്വാണ്ടിറ്റീസ് മാസ് തന്നിട്ടുണ്ട് 180 കിലോഗ്രാം, IW 1.2 കിലോഗ്രാം മീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട്, മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് വീൽ, ആർ റേഡിയസ് ഓഫ് ദ വീൽ 600 m/2 ഡയ എന്ന് പറഞ്ഞത്, അപ്പോൾ 0.3 മീറ്റർ ആണ്. I ഈസ് ഗിവൺ 0.2 കിലോഗ്രാം മീറ്റർ സ്ക്വയർ, റേഡിയസ് 35 മീറ്റർ തന്നിട്ടുണ്ട്, വെലോസിറ്റി 54 കിലോമീറ്റർ, റേഡിയസ് ഓഫ് ട്രാക്ക് ആണിത്, റേഡിയസ് ഓഫ് കർവേച്ചർ, അതായത് ടേൺ എടുക്കുമ്പോൾ റേഡിയസ്. അപ്പോൾ വെലോസിറ്റി 54 km/h തന്നിട്ടുണ്ട്. അതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 54 × 5/18 ചെയ്താൽ മതി. സോ ഇറ്റ് വിൽ ബി 15 m/s. ആൻഡ് ഗിയർ റേഷ്യോ ഈസ് 5 ആൻഡ് H ഈസ് 0.58 മീറ്റർ അല്ലേ? H ഈസ് 0.58 മീറ്റർ. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് സി ജി എന്ന് പറയുന്നത് ഓവർടേണിംഗ് കപ്പിൾ ഡ്യൂ ടു ഗൈറോസ്കോപ്പിക് എഫക്റ്റ്. അതായത് ഗൈറോസ്കോപ്പിക് എഫക്റ്റ് കാരണമുള്ള ഓവർടേണിംഗ് കപ്പിൾ ഇക്വേഷൻ ഡയറക്റ്റ് ആണ്. 2IW + GIE G × I × V square by RR × cos theta. ഇതിൽ IW അറിയാം, G അറിയാം, IE അറിയാം. വെലോസിറ്റി 15 ആണ്, അതായത് വീലിൻ്റെ റേഡിയസ് 0.3, ടേണിംഗ് റേഡിയസ് 35, കോസ് തീറ്റ അറിയില്ല, അത് അവിടെ തന്നെ നോക്കാം. സോ ഇറ്റ് വിൽ ബി അറൗണ്ട് CG വിൽ ബി ഒബ്റ്റൈൻഡ് ലൈക്ക് 72.86 cos theta. Similarly, you can find out the value of the value of overturning couple due to the centrifugal force, CC. Centrifugal force കാരണമുള്ള overturning couple CC, mv²/r × h cos theta അല്ലേ? ഇതും ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. അതിൽ m മാസ് 180, വെലോസിറ്റി 15, റേഡിയസ് എന്ന് വെച്ചാൽ ടേണിംഗ് റേഡിയസ് ആണ് 35, H 0.58, അഗെയിൻ
If you solve this, you will get 671.14 cos theta. So what will be the total overturning couple? Total overturning couple will be 72.86 plus 671.1 cos theta. Okay, so it will be around total will be 744 cos theta. 744 cos theta. ടോട്ടൽ ഓവർ ടേണിംഗ് കപ്പിൾ 744 cos theta. അപ്പോൾ ഈ ഓവർ ടേണിംഗ് കപ്പിളിനെ ബാലൻസ് ചെയ്യുന്ന കപ്പിളാണ് ഇത് കപ്പിൾ ഡ്യൂ ടു വെയിറ്റ് കാരണം, അല്ലെങ്കിൽ അതിന് നമ്മൾ റൈറ്റനിങ് കപ്പിൾ എന്ന് വിളിക്കും. റൈറ്റനിങ് കപ്പിൾ അല്ലെങ്കിൽ ബാലൻസിങ് കപ്പിൾ. അപ്പോൾ കപ്പിൾ ഡ്യൂ ടു വെയിറ്റ് എന്താണ്? MGH സൈൻ തീറ്റ. അതിൽ M 180, G 9.81, H 0.58, സൈൻ തീറ്റ അറിയില്ല. So according to our equilibrium equation, this 744 cos theta should be equal to 1024 sin theta, അല്ലേ? 1024 sin theta. അതായത് ഓവർ ടേണിംഗ് കപ്പിളും ബാലൻസിങ് കപ്പിളും ഈക്വൽ ആയിരിക്കണം, എന്നാൽ മാത്രമേ ഇക്വിലിബ്രിയം കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റ ഈക്വൽ ടു എന്ത് കിട്ടും? 744/1024 is equal to 0.727 and theta equal to tan inverse of 0.727. So theta will be 36 degree. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? A minimum of 36 degrees should be tilted. The two-wheeler vehicle should be tilted minimum of 36 degree in order to maintain the equilibrium condition, or in order to prevent skidding. Okay. So with this we can conclude this session, as well as this module also. Okay, because this module is comparatively smaller compared to the other modules, other first 3 modules. Only gyroscopic effects are studied here. ഈ ഗെറോസ്കോപ്പിക് എഫക്റ്റ് കാണുന്ന മെത്തേഡെല്ലാം ഏകദേശം ഒന്ന് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ആദ്യം എന്ത് വരക്കുക? ആദ്യം ഒരു വെലോസിറ്റി വെക്ടർ വരക്കുക, ആംഗുലർ വെലോസിറ്റിയിലെ വെക്ടർ ഫോമിൽ വരക്കുക. എന്നിട്ട് അത് ആംഗിൾ ഓഫ് പ്രിസിഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ടേൺ കൊടുക്കുക. എന്നിട്ട് ആക്റ്റീവ് ഗെറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഡയറക്ഷൻ, റിയാക്റ്റീവ് ഗെറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഡയറക്ഷൻ, പിന്നെ നമ്മൾ ആ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ഷൻ എഫക്റ്റ് വേഗം കിട്ടും. ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ റൊട്ടേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടിൽറ്റ്, അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ആണോ എന്നുള്ളതൊക്കെ ആ ജസ്റ്റ് ഫിഗർ ഏകദേശം എല്ലാത്തിനും സെയിം ആണ്. ഷിപ്പിനായാലും വെഹിക്കിളിനായാലും എയറോപ്ലെയിനായാലും ആ ഒരു ഡയറക്ഷൻ എടുക്കുന്ന കൺസെപ്റ്റ് സെയിം ആണ്. ആകെ മാറുന്നത് ഗെറോസ്കോപ്പിക് കപ്പിളിൻ്റെ വാല്യൂ കാണുന്ന ഇക്വേഷനിൽ മാത്രമേ. ബേസിക് ഇക്വേഷൻ എന്താണ്? ബേസിക് ഇക്വേഷൻ I × ω/p. ഇതാണ് ബേസിക് ഇക്വേഷൻ. ഈ ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി നമ്മളെ സിറ്റുവേഷൻ അനുസരിച്ച് ഇക്വേഷനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. 4 വീൽ വെഹിക്കിളിന് 4 വീലും ഉണ്ടാവും, എഞ്ചിനും ഉണ്ടാവും. 2 വീലിന് 2 വീലും എഞ്ചിനും ഉണ്ടാവും. ഓക്കെ. ഷിപ്പിനാണെങ്കിൽ നമ്മൾ ഷിപ്പിനും എയറോപ്ലെയിനും വീലില്ല, എഞ്ചിൻ്റെ അല്ലെങ്കിൽ ആ പ്രൊപ്പല്ലറിൻ്റെ വെലോസിറ്റി മാത്രമേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. കുറച്ച് കമ്പാരിറ്റീവ്ലി ഒരു സിമ്പിളായിട്ടുള്ള മൊഡ്യൂളാണ്, ചെറുതായിട്ടുള്ള മൊഡ്യൂളാണ്. ഓക്കെ. So concluding this session. Thank you.